നമസ്കാരം. ദൈവദശകം ടിവിയുടെ ഗുരുചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്തിയും അഹങ്കാരവും ഒന്നിച്ചിരിക്കുകയില്ല. മനുഷ്യരെല്ലാം ബ്രഹ്മസ്വരൂപത്തിൽ ഒന്ന് തന്നെയാണ്. ഉള്ളിലെ ബോധസ്വരൂപത്തിൽ അന്ധതയാർന്ന അജ്ഞതയിൽ മൂടിക്കഴിയുന്നത് കൊണ്ട് ഓരോരുത്തരിലും പലതരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് യഥാർത്ഥ ഗുരുവിനെയും ഗുരുദർശനങ്ങളെയും പലതായി കാണുന്നത്. ഈ അവസരത്തിൽ ആസുര വിചാരം പടരുമ്പോൾ യഥാർത്ഥ ഭക്തർക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നത് ഗുരുദർശനം ഒന്ന് മാത്രമാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഈ വിപരീത ചിന്താഗതിക്കാരോട് പ്രതികരിച്ചു പോകുന്നത് മഹാഗുരുവിന്റെ സന്ദേശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമാണ്. പ്രാർത്ഥനയെ ധ്യാനത്തോട് ചേർത്ത് വെച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ശുദ്ധമായ വിചാരബോധത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു മഹാഗുരുവിന്റെ മാർഗം. ഗുരു സന്ദേശ വാഹകർ എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മിൽ പോലും നമ്മുടെ മനസ്സ് പലരിലും നല്ലതിനെ സ്വീകരിക്കാൻ ഇതേവരെ പ്രാപ്തി കൈവരിച്ചിട്ടില്ല. ആയതിനാൽ ആസുര സങ്കല്പം പല മന്ദിരങ്ങളിലും തിരികെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. മഹാഗുരുവിന്റെ പരിശുദ്ധിക്രമത്തിന് ഒരു വായ മൂടിക്കെട്ടി ഗുരു അരുതെന്ന് കൽപ്പിച്ചരുളിയതെല്ലാം ശ്രേഷ്ഠന്മാർ ഗുരുഭക്തർ എന്ന് സ്വയം അവകാശപ്പെട്ട് രണ്ടും തുനിഞ്ഞിറങ്ങിയവർ പലതും തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ജനസമൂഹത്തെ വീണ്ടും വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന ഇവർ എന്ത് ചെയ്യണമെന്ന് അവർ തന്നെ ചിന്തനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഭക്തിയും അഹങ്കാരവും ഒന്നിച്ചിരിക്കുകയില്ല. ഓം സച്ചിദാനന്ദ സ്വരൂപായ നമഃ.